ഓഗസ്റ്റ് 1. വിശുദ്ധ അൽഫോൺസ് ലിഗൂറി. 10 വർഷത്തോളം വക്കീലായിരുന്ന അൽഫോൺസ് ലോകത്തെ ഉപേക്ഷിച്ച് നിന്നെ തന്നെ പൂർണ്ണമായി എനിക്ക് തരിക എന്ന ആന്തരിക സ്വരം ശ്രവിച്ച് 30-ാമത്തെ വയസ്സിൽ ഒരു വൈദികനായി. എന്നാൽ മകൻ്റെ ഈ ആധ്യാത്മികതയെ സ്വപിതാവ് ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. പിന്നീടൊരിക്കൽ മകൻ്റെ പ്രസംഗം കേട്ട്, ദൈവത്തെ അറിയുവാൻ എനിക്ക് നിന്റെ പ്രസംഗം സഹായിച്ചു. ഇത്ര പരിശുദ്ധവും ദൈവത്തിന് സംപ്രീതികരവുമായ ഒരു ജീവിതാന്തസ് നീ തിരഞ്ഞെടുത്തതിനാൽ ഞാൻ കൃതജ്ഞനും അനുഗ്രഹീതനും എന്ന് പറഞ്ഞതിൻ്റെ മകനെ ആശ്ലേഷിച്ചു. പരമഹൃദയജ്ഞാനമുള്ള ഇദ്ദേഹം ആത്മാക്കളുടെ രക്ഷയ്ക്കായി അക്ഷീണം പരിശ്രമിച്ചു. ഭാരിച്ച ജോലികൾക്കിടയിലും നിരവധി പുസ്തകങ്ങൾ എഴുതി. അതിൽ മരീൻ മഹത്വങ്ങൾ എന്ന ഗ്രന്ഥം അതീവ പ്രശസ്തവും ശ്രദ്ധേയവുമാണ്. ഈശോയെ വേണ്ടവർ മറിയത്തിൻ്റെ അടുക്കൽ പോകുന്നു, മറിയത്തെ കണ്ടെത്തുന്നവർ ഈശോയെ കാണുന്നു. മരിയ ഭക്തനായ ഇദ്ദേഹം 91-ാം വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. വാദസംബന്ധമായ രോഗങ്ങളുടെ മധ്യസ്ഥനാണ് ഇദ്ദേഹം.